കോൾ വിളിച്ചുകൊണ്ടിരിക്കുക. നീർനായൊക്കെ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ വേട്ട മീനുണ്ടാവും. വേട്ടയ്ക്ക് പോയി വന്ന ജീവൻ കൈതീസിന് മേലെ കാർത്തിൻ്റെ കൂട്ട് കഴിക്കുകയാണ്. കാസ്റ്റ് ചെയ്തത് മരത്തിൻ്റെ മുകളിലോട്ട്. നമുക്ക് ഫ്രോഗേ ചെറുതിടണോ വലുതിടണോ? ഇതൊരു പുഴ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒഴുക്കില്ല. എടാ ഇവിടെ നീ വലിച്ചെറിയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മുകളിൽ കുടുങ്ങിയും പിന്നെ ഇതിവിടെ നിന്ന് ഈ ഒരു ഫ്ലോയിലിട്ടോ ഇങ്ങനെ ഇങ്ങനെ. എടാ ഒരു മൈദ ഇല്ലെങ്കിൽ മറ്റേത് എടുക്കാറുന്നല്ലേ. ഓക്കെ കാസ്റ്റ്. മറ്റേ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോടാ. കുറച്ച് മുന്നോട്ട് നമുക്ക് പോയി നോക്കിയാലോ? അതും ഒരു പ്രശ്നമാണ്. ഒരുപാട് നേരം നമ്മൾ ട്രൈ ചെയ്ത് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ മീനില്ല. ഫ്രോഗിൽ കൂടുങ്ങാൻ പറ്റാവുന്ന കൂട്ടുള്ള മീനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വല്ല തീറ്റ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരുന്നു കുറച്ചും കൂടെ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കഷ്ടപ്പെട്ട് ഒരുപാട് നേരം ഇപ്പോൾ ട്രൈ ചെയ്യുക. അവനവിടെ മാറി അങ്ങോട്ട് പോയി. ഒന്നും മടിക്കുന്നില്ല. എന്തായാലും ജീവൻ അങ്ങോട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് പോയി. കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തിൽ ചാടാൻ പോയി. ഞാനിവിടെ ടെൻ്റ് പിരിക്കാൻ വേണ്ടി പോവാം. കുറച്ച് മണലുണ്ട്, കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. ബാഗും പാത്രം സഞ്ചികൾ എല്ലാം ഉണ്ട്. എടാ നൂഡിൽസ് ഉണ്ടാക്കണോ? മറ്റേ ക്രീം ബൻ പോരെ? നൂഡിൽസ് വേണോ? ഉറപ്പാണോ? എടാ നമ്മുടെ വെള്ളം 2 ആഴ്ചയായെന്ന് തോന്നുന്നു. ഹൈ റേഞ്ചിൽ പോയപ്പോൾ മേടിച്ചതാണ്. അവനവിടെ പോയി കാണുന്നുണ്ടോ? അവനെ ഒരു കൊക്ക് പറന്നു വരുന്നുണ്ട്. എൻ്റെ വായിൽ മീൻ കാണുന്നില്ല. ചൂട്ടയുടെ സാധനം ബാഗും വെള്ളമൊക്കെ ഉള്ളിൽ കിടക്കട്ടെ. നമ്മുടെ പാത്രം ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കഴുകാൻ കുഴപ്പമില്ല. നമ്മുടെ ഗ്യാസ് കുറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഇതെന്തി നൂഡിൽസ് എന്തി? 2 പാക്കറ്റുള്ളൂ, തികയോ? കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. കത്തോന്ന് അറിയില്ല, നോക്കാം. കത്തും. അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിടാം. ആകെ 2 പാക്കറ്റേ ഉള്ളൂ. നമുക്ക് ക്രീം ബന്നുണ്ട്, അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ കിട്ടിയോ? പോയി നോക്കിട്ടോ. ചെരുപ്പിട്ടു. എടാ കിട്ടിയെന്ന് തോന്നുടാ, ഇല്ലെങ്കിൽ അവൻ ഒച്ചയിടില്ലല്ലോ. ഓ കിട്ടിയെന്നോ? പൊക്കോ എന്താ നോക്ക്. ഞാനിത് വെച്ചാൽ ഇത് വിട്ടിട്ട് വരാൻ പറ്റില്ല. വെള്ളം നല്ല രീതിയിൽ കൂടിപ്പോയിട്ടോ. ഇത് പറ്റാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാം. എന്തായാലും കുറച്ച് വെള്ളം ഇരിക്കട്ടെ. നീർനായോ? ഇനി ഒരുപാട് പറ്റിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. സ്പൂൺ എടുത്തില്ലല്ലോ ആരും. ഇതുകൊണ്ട് ഇങ്ങനെ കയറി കഴിക്കാം. ഒയ്യോ ചൂട്. ഹൈ റേഞ്ചിലാണെങ്കിൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് അപ്പം തന്നെ ചൂടറിപ്പോയായിരുന്നു അല്ലേ. എന്തായാലും ഞാൻ ഉള്ളിടത്ത് പോവുകയാണ്. നീ വരുവാണോ? നീ നിന്നോട്ടോ, എങ്ങോട്ടും പോലെ. ടെൻറ്റ് വിട്ട് പോകരുത് കേട്ടോ. അത് ടെൻറ്റിലാണ് എല്ലാ സാധനവും ഉള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ എന്ത് സംഭവമാണ് കിട്ടിയെന്ന് നോക്കണ്ടേ. കണ്ടില്ലേ, പന്നി ചെയ്തിട്ട പണി കണ്ടില്ലേ ഇവിടെ. കുറേ എണ്ണോ? നീർനായെന്ന് വെച്ചാൽ എങ്ങനെയാ? പട്ടീൻ്റെ കൂട്ട് തന്നെ. എൻ്റെ അത്രേ പോകുന്നുള്ളൂ. നീർന്നപ്പോൾ അവിടം വരെ പോയായിരുന്നോ? ഇപ്പം ടൈറ്റാൻ ലൂസാണോ? ഞാൻ ആൾമോസ്റ്റ് ഉണ്ടാക്കി. വെള്ളം കൂടിപ്പോയി, കുറച്ചേ ഉള്ളൂ. അവർ പോകുമ്പോഴത്തേനും അവന് കഴിച്ചു തീർക്കുമെന്നാണ് എൻ്റെ പേടി. ഞാൻ ഒരു ക്രീം തന്നെ എടുത്ത് കഴിച്ചു. അങ്ങോട്ട് പോയാലോ? ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, ഈ കുളത്തിട്ട് നോക്കിയാലോ? അല്ല ട്രൈ നോക്കാമല്ലോ. നമ്മുടെ കാസ്റ്റ് ചെയ്തത് മരത്തിൻ്റെ മുകളിലോട്ട്. ദൈവമേ അവിടെ കുടുങ്ങല്ലേ. ഭാഗ്യത്തിന് വന്ന്. ഇവൻ ഈ മരത്തിൽ കാസ്റ്റ് ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് സൂക്ഷിക്കണം കേട്ടോ, വലിക്കാൻ നേരത്ത് പണി പാടുമെന്ന് എനിക്ക് തോന്നുന്നത്. എടാ പണി പാടൂടാ. ഇല കിട്ടി.
ഓക്കെ ചെയ്തോ. എടാ ഇത് അപ്കാസ്റ്റ് ചെയ്യണ്ട നീ, അങ്ങനെ മരത്തിൽ പോയി കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തറിയോ, അറ്റ്ലീസ്റ്റ് ഒരു കോഴിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഞാഞ്ഞൂളോ അങ്ങനെ എന്തെങ്കിലും മൈദ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് മറ്റേതിൽ കോർക്കായിരുന്നു. മറ്റേ ഫ്രോഗും ട്രൈ ചെയ്തില്ല, ആകെ ഒറ്റ ഫ്രോഗല്ലേ നമ്മൾ മേടിച്ചപ്പോൾ തൊട്ട് ട്രൈ ചെയ്യുന്നത്. മാറ്റി മാറ്റി ഇട്ട് നോക്കണം. നീർനായൊക്കെ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ആയിട്ട് മീനുണ്ടാവും. അത് കുഞ്ഞു മീനായിരിക്കില്ല, എന്തായാലും അത്യാവശ്യം നല്ല സൈസുള്ള മീനായിരിക്കും. അതാ നമുക്ക് വലിയ ഫ്രോഗ് ഇട്ട് അടിക്കാമെന്ന് പറഞ്ഞേ, അല്ല കാസ്റ്റ് ചെയ്യാൻ. ഇവിടുത്തെ റോഡല്ലേ, ഇത് പുഴയല്ലടാ, വെള്ളം ഇറങ്ങിപ്പോയതാ. ഞാൻ ശരിക്കുള്ള ആദിവാസി, കണ്ടില്ലേ? കാട്ടിൽ വരാൻ നേരത്ത് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ എന്തെടുക്കുവായിരുന്നടാ? നൂഡിൽസൊക്കെ കാര്യമാക്കിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. സാപ്പിടുങ്ക. നീ വീണ്ടും കത്തിച്ചാർന്നോ? പിന്നെ അങ്ങനെ ട്രൈ ചെയ്യാത് ആണോ? ആ അവൻ കത്തിലെടുത്ത് കഴിക്കുന്നത്. കഴിച്ചോ. വേട്ടയ്ക്ക് പോയി വന്ന ജീവൻ കൈദി സിനിമയിലെ കാർത്തിൻ്റെ കൂട്ട് കഴിക്കുവാണ്. എനിക്ക് മതി. അല്ല, ഞാൻ മറ്റേ ക്രീം ബന്ന് കഴിച്ചു. മതി എനിക്കത് മതി. ക്രീം ബന്നുണ്ടോ? ഉള്ളിലുണ്ട്. ടുട്ടൂടുടു. ഞാനെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് 4:30 വെയിൽ പോകാൻ ഇനിയും സമയമുണ്ടല്ലോ. ആ അവന് വണ്ടി ഓടിക്കുന്നതന്നെ ബുദ്ധിമുട്ടിട്ടാ ഇതിടക്ക്. നമുക്ക് ഫ്രോഗ് മാറ്റാം. മറ്റേ വലിയതെടുത്തോ കേട്ടോ, ആ ബോക്സിലുണ്ടോ? എന്താവും വരുന്നുണ്ടോ? ആണോ? എന്തോ അവന് ലോട്ടറി അടിച്ചല്ലോ. എടാ, ഇതൊക്കെ കഴുകി വെക്കാനുള്ള ഒരു മര്യാദ കാണിക്കണടാ. നിൻ്റെ വീടിൻ്റെ പാത്രമല്ലടാ, നീ ചായ വെച്ച് കുടിക്കുന്നതല്ലടാ വീട്ടിൽ. എടാ, നിങ്ങൾ ഒരു നൂഡിൽസ് ആക്കി ബാക്കി വെച്ചോ, 2 ഞാൻ കൊടുക്കുന്നു. അമ്മേ, രണ്ടെണ്ണം ഒരുമിച്ച് പോയി. റൗഫേ അങ്കപ്പാർ വലിക്കല്ലേ. ഞാൻ പറയാം ഞാൻ എടുക്കാം. നീ കുറച്ച് റിലീസ് ചെയ്തേ. താഴോട്ട് വിട്ടോ. ബെസ്റ്റ് അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നേ. റൗഫേ ആരാർക്കും എടാ, അവൻ വരട്ടെ. ടെൻ്റൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഒളിച്ചിരിക്കാം. വാ വന്നോ? പോയോ? സംജിത്തിനെ പേടിപ്പിക്കാൻ വേണ്ടി ജീവൻ കണ്ടില്ല, മരത്തിൻ്റെ മുകളിലോട്ട് കയറി. എടാ റൗഫേ, അവിടെ നിന്ന് കാണൂടാ, അവൻ്റെ ഇരിക്കുന്നുണ്ട്, ജീവൻ ഇരിക്കുന്നുണ്ട്. അവൻ കോൾ വിളിച്ചുകൊണ്ടിരിക്കുക.
കണ്ട് ജീവനെ കണ്ട്. പേടിച്ചില്ലേ? ഇതേ അവൻ മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നു. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. എടാ കാലും കൈ ഒടിയും. മീൻ കിട്ടിയില്ലെങ്കിൽ എന്താ, ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി സ്പ്രൈറ്റുമായിട്ട് നമ്മുടെ സംജിത് വന്നിരിക്കുന്നു. ഇതല്ലേ മീൻ കിട്ടില്ലേ? ഇല്ലടാ. അപ്പം മീനും സംഭവങ്ങളും ഒന്നും കിട്ടില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. കാട്ടിക്കരയാണ് പോകുന്നത്. ആര് വരുന്നു? ഇവിടെ എത്ര അതിമനോഹരമായ ഒരു പുഴ ഒഴുകാൻ നേരത്താൻ ഇവൻ പോയിട്ട് ആ ഒരു കാട്ടിൽ പോയിട്ട് ചൂണ്ടാടാൻ വേണ്ടി പോകുന്നുണ്ട്. അതെ, നിങ്ങൾ നടന്ന് അങ്ങോട്ട് പോവാ. ഇതിലൂടെ ഭാഗ്യം കാസ്റ്റിംഗുകാരൻ വരുന്നുണ്ട്. മരത്തിന്റെ അടിയിലൊക്കെ ഇടാൻ വേണ്ടി പോകുന്നു ചൂണ്ടക്കാരൻ. കാരണം വീട്ടിൽ പോയാൽ പ്രശ്നമാണ്, നാട്ടിൽ പോയാലും പ്രശ്നമാണ്. ആൾക്കാർ ചൊറിഞ്ഞ് കളിയാക്കും. ഒരു മീൻ പോലും അടിക്കാണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു കിലോ മേടിച്ചോണ്ട് പോകണം. വീഡിയോ പിടിച്ചിട്ട് അവൻ ചാടി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് വന്ന്. യെസ്, വെൽക്കം ഡാ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ വല വിരിച്ചിട്ടുണ്ട്. ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇവിടെ കാസ്റ്റ് ചെയ്ത് പിന്നെ ആ വലയിൽ കുടുങ്ങി പിന്നെ വലയുടെ ഓണർ വന്ന് പഞ്ചിക്കിടും. ആ ചേട്ടന്മാർ പോകുന്നു. ഇവരുടെ ആണോ? അല്ല, അവൻ താങ്കൾ എന്താടാ ചെയ്യുന്നത്? ഗ്ലാസ് പൊട്ടിയോ? ഇത് എത്രാമത്തെ പ്രാവശ്യം പോകുന്നത്? നീ ഒന്നും നോക്കണ്ട, കാസ്റ്റ് ചെയ്തോ. കുഴപ്പമില്ല. വലിച്ചോ. ഒരുപാട് കൊതിച്ചിട്ടാണ് ഈ സ്പോട്ടിലോട്ട് വന്നത്. പക്ഷേ ഇവിടെ ഏതോ ഒരു അപ്പൂപ്പൻ ആരോ ഒരാൾ വല ഇട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന വഞ്ചിൽ വരുന്ന ആ ഒരു ചേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. അയാൾ വന്നിട്ടും കാര്യമില്ലടാ. എന്ത്? ആ ചേട്ടനല്ലേ? ആ ചേട്ടൻ വന്നിട്ടും കാര്യമില്ലടാ. വല എടുത്ത് പൊക്കി നോക്കിയിട്ട് പോകത്തേ ഉള്ളൂ, എടുത്ത് മാറ്റത്തൊന്നുമില്ല. ആ ചേട്ടന് ഈഗോ അടിച്ചാലോ? പോണോ? താഴോട്ട് പോകണോ? എടാ മേലോട്ട് വരാൻ നേരത്ത് ലൈറ്റ് ഉണ്ടാവില്ല. അവരെ കൊണ്ടുപോയി. ആ ചേട്ടൻ അങ്ങ് ദൂരെ തകർപ്പനായിട്ട് വല വിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ഒരു അപ്പൂപ്പൻ അവിടെ ചൂണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. യുവമാരിതിലൂടെയൊക്കെയോ ഇറങ്ങിപ്പോയി. വല്ലതും കിട്ടുമോ? ഞാനും സംജിത് ഇവിടെ മുകളിൽ തന്നെ ബാക്കിയായി. എടാ, ഒന്നും കിട്ടില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിക്കോ. ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞാൽ മതി. കണ്ടില്ലേ, ഇവിടെ മൊത്തം പുള്ളിക്കാരും വല വിരിച്ചിരിക്കുക. അതുകൊണ്ട് എവിടെ കാസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഇല്ല. കുടുങ്ങി പിന്നെ പണി പാളും. അടിച്ചാ എന്തൊക്കെയോ അവിടെ വെള്ളത്തിൽ ഇത് കാണുന്നുണ്ടായിരുന്നു.